ഒരു കൂട്ടം ജനങ്ങൾ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ വലിയ കൊടുങ്കാറ്റുണ്ടായി. കപ്പൽ പാതി വഴിയിലെത്തിയെങ്കിലും കപ്പലിന് മുന്നോട്ട് നീങ്ങാൻ കഴിയാതെയായി. കപ്പലിലുള്ളവരെല്ലാം തന്നെ പരിഭ്രാന്തതയിലായി. കാറ്റിന്റെ ശക്തി കൂടി വരാൻ തുടങ്ങി. കപ്പൽ പതിയെ കടലിലേക്ക് മുങ്ങാൻ തുടങ്ങി. കപ്പലിലുള്ളവരെല്ലാം തന്നെ കടലിൽ പെട്ടുപോവുകയും ചെയ്തു. ഭാഗ്യവശാൽ ഒരു വ്യക്തിക്ക് മാത്രം അതിനെ അതിജീവിക്കാൻ സാധിച്ചു. ബാക്കി കപ്പലിലുണ്ടായവരെല്ലാം തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ആ ഭാഗ്യവാനായ വ്യക്തി എത്തിപ്പെട്ടത് ഒരു വിജനമായ കാട്ടിനുള്ളിലെ കടപ്പുറത്തായിരുന്നു. എന്നാൽ അദ്ദേഹം അവിടെ അബോധാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം വീണു. ഒടുവിൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ദയവായി എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഈ വഴി വരണേ. എങ്കിലും ആരും തന്നെ ആ വിജനമായ കാട്ടിനുള്ളിലെ കടൽ തീരത്ത് വന്നില്ല. നേരം ഇരുട്ടായി. അദ്ദേഹം ആ രാത്രി അവിടെ ചിലവഴിച്ചു. അടുത്ത ദിവസം അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ടും സഹായത്തിനായി ആരും തന്നെ എത്തിയില്ല. ഇത് തന്റെ വിധിയായി കണ്ട് കാട്ടിനുള്ളിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇനി മുമ്പോട്ട് തനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന ചിന്തയിലായി. അങ്ങനെ അദ്ദേഹം മരവും പുല്ലുകളും ശേഖരിക്കാൻ തുടങ്ങി. അദ്ദേഹം ശേഖരിച്ചതെല്ലാം ചേർത്ത് ഒരു ചെറിയ കുടിൽ അവിടെ ഉണ്ടാക്കി. ഭക്ഷണമായി അദ്ദേഹം മത്സ്യവും അതുപോലെ തേങ്ങയും കഴിക്കാൻ തുടങ്ങി. ആധുനിക മനുഷ്യരുടെ ജീവിത ശൈലിയിൽ അദ്ദേഹം മുന്നോട്ട് പോയി. തീയുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം 2 കല്ലുകൾ ഉരസി അതിൽ നിന്നും തീ കണ്ടെത്തി. ഒരു ദിവസം അദ്ദേഹം തീ കൊളുത്തി ഭക്ഷണം തേടിപ്പോയി. തിരിച്ചെത്തിയപ്പോഴേക്കും തന്റെ കുടിൽ തീ പിടിച്ചിരിക്കുന്നു. അയാൾ ആകെ പരിഭ്രാന്തനായി. എന്നാൽ തീ പിടിച്ച് മുഴുവൻ കത്തി നശിച്ചു പോയി. തന്റെ ഏകാഭയ കേന്ദ്രം നശിച്ചതിൽ അദ്ദേഹം വളരെ ദുഃഖിതനായി. ആകാശത്തേക്ക് തല ഉയർത്തി നോക്കിയിട്ട് അദ്ദേഹം ദേഷ്യത്തോടെ ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. ദൈവമേ, ഞാൻ നിന്നോട് സഹായത്തിനായി അപേക്ഷിച്ചിട്ടും നീ എന്റെ പ്രാർത്ഥന കേട്ടില്ല. ഞാൻ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ഒരു കുടിലുണ്ടാക്കി. എന്നിട്ടും എന്നോട് ഒരു ദയയും കാണിക്കാതെ നീ ഈ കുടിൽ നശിപ്പിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങ് വളരെ ക്രൂരനാണ്. രാത്രി ഇരുട്ടാകുന്നത് വരെ ദൈവത്തെ കുറ്റം പറയുകയും പരാതി പറയുകയും ചെയ്ത് അദ്ദേഹം അന്ന് രാത്രിയും അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം അദ്ദേഹം എന്തൊക്കെയോ ബഹളം കേട്ട് ഞെട്ടിയുണർന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു കപ്പൽ കരയ്ക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ആ കപ്പലിലേക്ക് കയറിയിരുന്നു. ശേഷം അദ്ദേഹം ആ കപ്പലിന്റെ ക്യാപ്റ്റനോട് ചോദിച്ചു, ഞാൻ ഈ വിജനമായ കാട്ടിനുള്ളിലെ കടൽ തീരത്തുള്ളത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ക്യാപ്റ്റന്റെ മറുപടി പ്രകാരമായിരുന്നു, കാട്ടിനുള്ളിൽ നിന്നും താങ്കൾ ഞങ്ങൾക്ക് അയച്ച ഒരു ഫയർ സിഗ്നൽ ഞങ്ങൾ കണ്ടിരുന്നു. താങ്കൾ അയച്ച ഈ സിഗ്നൽ കാരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കാട്ടിനുള്ളിൽ ആരോ അകപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം. ക്യാപ്റ്റന്റെ മറുപടി കേട്ട് അയാൾ ഒന്നമ്പരന്നു. ശേഷം ക്യാപ്റ്റനോട് പറഞ്ഞു, ഞാൻ ഫയർ സിഗ്നൽ കാണിച്ചിട്ടില്ല. ക്യാപ്റ്റന്റെ മറുപടിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ഓർമ്മയിൽ വന്നത്. തന്റെ കുടിൽ കത്തി നശിച്ചു പോയ കാര്യം. തന്നെ വിജനമായ കാട്ടിൽ നിന്നും രക്ഷിക്കാനുള്ള ദൈവമെടുത്ത തീരുമാനമാണിതെന്ന് അവന് വൈകിയാണെങ്കിലും ബോധ്യമായി. ദൈവത്തോട് കോപപ്പെട്ടതിൽ അവന് വളരെയധികം ഖേദമുണ്ടായി. ചിന്തിച്ചു നോക്കൂ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നു. ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വിധിയെ അംഗീകരിക്കാൻ നമുക്കാകണം. സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.